ഹലോ ഗൈസ്, നിങ്ങൾ വായിച്ച തംബ്നെയിൽ കറക്റ്റാണ്. അത് എലോൺ മസ്കിൻ്റെ തന്നെ കമ്പനിയായ ഓപ്പൺ AI റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ പേര് ChatGPT എന്നാണ്. ChatGPT എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷണൽ ടെക്സ്റ്റ് പ്രോഡക്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ChatGPT എങ്ങനെ ഒരാൾക്ക് യൂസ് ചെയ്യാം, ChatGPT എങ്ങനെ ഗൂഗിളിന് ഒരു ത്രെറ്റ് ആകും എന്നുള്ള കാര്യങ്ങളാണ്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ChatGPT എന്ന് പറയുന്നത്. ഈ ChatGPT ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എലോൺ മസ്കിൻ്റെ തന്നെ ഒരു കമ്പനിയായ ഓപ്പൺ AI ആണ്. ഓപ്പൺ AIയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ChatGPT. ഈ ടൂളിലൂടെ നമ്മൾ ചോദിക്കുന്ന എന്ത് ചോദ്യത്തിനും ചാറ്റ് രൂപേണ അല്ലെങ്കിൽ ടെക്സ്റ്റ് രൂപേണ നമുക്ക് ഉത്തരം ലഭിക്കും. ഈ പ്രോഡക്റ്റ് ഇറങ്ങി 5 ദിവസം കൊണ്ട് തന്നെ ലോകത്തിൽ 1 മില്യണിന് പുറത്ത് യൂസേഴ്സ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയുണ്ടായി. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റിന് 5 ദിവസം കൊണ്ട് 1 മില്യൺ യൂസേഴ്സ് ഉണ്ടാകുന്നത്. ഈ ടൂള് കറൻ്റ്ലി ബീറ്റ വെർഷനിലാണ്. എന്നിരുന്നാലും അസാധ്യമായി തോന്നുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇന്നത്തെ ഈ പ്രൊഡക്റ്റിലുണ്ട്. ഈ ടൂള് കറൻ്റ്ലി ഫ്രീ ആണ്, ബട്ട് ഭാവിയിൽ ഇത് പെയ്ഡ് ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഇതിൻ്റെ കറണ്ട് CEO പറയുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ലൈഫ് ടൈം ഫ്രീ ആകണമെങ്കിൽ ഒരു പക്ഷേ ഗൂഗിളിനെ തന്നെ മറികടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഗൂഗിളിൽ നമ്മളൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ചെയ്ത സെർച്ചിനനുസൃതമായ ഔട്ട്പുട്ട് ഉണ്ടോ, ആൻസർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് മെട്രിക്സ് വെച്ച് അല്ലെങ്കിൽ ഒരുപാട് അൽഗോരിതംസ് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ഫസ്റ്റ് പേജിലുള്ളതിൽ കിട്ടണമെന്നില്ല, അത് കൃത്യമാവണം എന്നുള്ള നിർബന്ധമില്ല അല്ലേ. പറിച്ച് ഇപ്പോൾ ChatGPT ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള ഉത്തരം ടെക്സ്റ്റ് രൂപേണ തരുന്നതാണ്. ഇനി നമുക്കതങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ChatGPTയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഓപ്പൺ AI എന്നൊന്ന് സെർച്ച് ചെയ്തു. ഓപ്പൺ AIയുടെ വെബ്സൈറ്റ് ആദ്യം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ട്രൈ എന്ന് കൊടുത്തു. സോ chat.openai.com എന്നുള്ള വെബ്സൈറ്റിലോട്ട് അതോടെ നിന്ന് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഓട്ടോമാറ്റിക്കലി ChatGPT ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ക്രീൻ കാണും. ഞാൻ ലോഗ് ഔട്ട് ചെയ്യുകയാണ്. ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. സൈനപ്പ് ഉണ്ട്, ലോഗിനും ഉണ്ട്. സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് അതിൻ്റെ അകത്തൊരു OTP കോഡ് പോകും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി സൈനപ്പ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് കൊടുക്കുന്നത്. എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നു. സോ ChatGPT പ്ലാറ്റ്ഫോമിലോട്ട് കയറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാമെന്നും ക്യാപ്പബിലിറ്റീസും ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഇങ്ങനത്തെ സെർച്ചസ് നമുക്ക് ചെയ്യാം. കോട്ട് എനി ഐഡിയാസ് ഫോർ 10 years ഓൾഡ്, ബർത്ത്ഡേ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എക്സ്പ്ലെയിൻ. സോ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഇത് എന്താ പറയുക ഡിനേ ചെയ്യും. ദെൻ ചിലപ്പം ഇത് ട്രെയിൻ ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് എനേബിൾഡ് ടൂൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻകറക്റ്റ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള മോഡലല്ല, അതൊരു കാര്യം നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു കോൺവെർസേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 21 ശേഷമുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഫർമേഷനും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് 2021 ലേറ്റസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എന്താണ് ആദ്യമായിട്ട് ഒരു ക്വറി കൊടുക്കുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് ഡേറ്റ അനലിസ്റ്റ്? സോ ഈ ഒരു ക്വറി തന്നെ കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഡേറ്റ സയൻറ്റിസ്റ്റും ഡേറ്റ അനലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സോ നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ള ഉത്തരം വരും. ഇതിനെ കുറച്ച് പോരായ്മയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അത് ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെയും ഡേറ്റ അനലിസ്റ്റിൻ്റെയും ഡിഫറൻസ് എന്താണ് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവുന്ന സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഉത്തരം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ലെന്ന് നമുക്ക് റീജനറേറ്റ് റെസ്പോൺസ് എന്ന് കൊടുക്കാം. അത് ഒരിക്കൽ കൂടി എന്താണ് വേറൊരു റെസ്പോൺസ് കൂടെ നമുക്ക് തരുന്നതാണ്. മൾട്ടിപ്പിൾ ടൈംസ് കൊടുക്കാം.
ഓക്കെ. സോ നമുക്ക് വേറെ മൾട്ടിപ്പിൾ റെസ്പോൺസ് കിട്ടി. നമുക്ക് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് നോക്കാം, സെക്കൻഡ് റെസ്പോൺസ് എന്താണെന്ന് ഇവിടെ നോക്കാം. ഞാനിപ്പോൾ വേറൊരു കോൺവെർസേഷൻ എനേബിൾ ആയിട്ട് 1+20 എന്താണെന്ന് കൊടുത്തു. ഞാനിവിടെ 1+20 ഉത്തരം കിട്ടി. ഞാനിപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ്, ഒന്ന് ട്രിക്കി ആക്കാൻ വേണ്ടി നോക്കുകയാണ്. സോ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും അത് തിരുത്തി പറയത്തില്ല എന്നുള്ളൊരു പോരായ്മ അതിൻ്റെ അകത്തുണ്ട്. ഞാനിനിയിപ്പോൾ 1+20 ഒന്നും കൂടെ കൊടുത്തു നോക്കിയാലോ. ആ ഒരു കോൺവെർസേഷനിൽ പക്ഷെ പിന്നെ എന്താണ് ആ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉത്തരം തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റുത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ക്യാപ്പബിലിറ്റി ഉപയോഗിക്കുമ്പോൾ മോഡലിൽ വന്നിട്ടില്ല, ഒരു ബീറ്റ വെർഷനാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇതിലോട്ട് ഇനിയും ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇതിൻ്റെ അകത്ത് ഇത് എന്തുകൊണ്ട് ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെർച്ചിൽ ഞാൻ എന്താണ് ഗൂഗിളിൽ ചെയ്ത് നോക്കുകയാണ്. ഞാൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റാ സയൻറ്റിസ്റ്റ് ആൻഡ് ഡേറ്റാ അനലിസ്റ്റ്. സോ ഇതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, നമുക്ക് ആദ്യം കുറച്ച് ആഡ്സ് ആണ് വരുന്നത്, പിന്നെ നമുക്കൊരു ലിങ്കിൽ പോകാനുള്ളതാണ് വരുന്നത്. ആ ലിങ്കിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ചില സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉത്തരം അതിൽ കിട്ടണം എന്നുള്ള പോസിബിലിറ്റി ഇല്ല. സോ അങ്ങനെയുള്ള കാര്യം കൊണ്ട് തന്നെ എന്താണ് ലോങ് ടേമിൽ ഇത് ബീറ്റ വെർഷൻ മാറി കുറച്ചും കൂടെ ഇപ്പോഴുള്ള പോരായ്മകളൊക്കെ ChatGPT മാറ്റിക്കഴിഞ്ഞാൽ ChatGPT എന്താണ് ലോങ് ടേമിൽ ഗൂഗിൾ സെർച്ചിന് റീപ്ലേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ആണോ ChatGPT ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.